ആദിസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻവിസിബിൾ നെക്ലസ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്കറിയാം, ഇപ്പം വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് ഈ ഒരു ഇൻവിസിബിൾ നെക്ലസ്. അപ്പം ഒന്നും കാണാൻ നമുക്ക് പറ്റത്തില്ല, പക്ഷേ നമുക്ക് ആ ലോക്കറ്റ് മാത്രം അല്ലെങ്കിൽ നമ്മളതിനകത്ത് ചേർത്തേക്കുന്ന ബീഡ്സ് മാത്രം ചേർന്നിരിക്കുന്ന തരത്തിലുള്ള ആ ഒരു നെക്ലസ് ആണ് ഈ ഒരു ഇൻവിസിബിൾ നെക്ലസ് എന്ന് പറയുന്നത് കേട്ടോ. വളരെ ചിലവ് കുറഞ്ഞ ഒരു ഐറ്റമാണ്. വളരെ ഭംഗിയായിട്ടും വളരെ നല്ല രീതിയിലും ഇത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു ഗിയർ വയർ ആണ്. അപ്പം ഇതൊരു സിൽവർ ഗിയർ വയർ ആണ്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് സത്യത്തിൽ കഴുത്തി ചുറ്റുന്ന അത്രയും മതി നമുക്ക്. എന്നാലും നമുക്ക് ഒരു കുറച്ചും കൂടെ എടുത്തേക്കാം, കാരണം നമുക്കിതെല്ലാം ഒന്ന് ഫിറ്റൊക്കെ ചെയ്യേണ്ടി വരത്തില്ലേ. അപ്പം നമുക്കത് കുറച്ചും കൂടെ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇതിനായിട്ട് ആദ്യം വേണ്ടുന്നത് ഒരു ഗിയർ വയർ ആണ്. പിന്നെ നമുക്ക് അതിന് ലോക്കാണ്. ഒരു ഫിഷ് ഹൂക്കും ഒരു ചെയിനും ഞാൻ എടുത്തിട്ടുണ്ട് കൊളുത്തിനായിട്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഈ ഒരു 3 മണി ബീഡ്സ് ആണ്. ഈ ഒരു 2 സിൽവർ ബീഡും അതിൻ്റെ നമുക്ക് മധ്യത്തായിട്ട് ഇടാനുള്ള ഒരു ബ്ലാക്ക് ബീഡുമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇതിൻ്റെ കൊളുത്താണ് നമ്മൾ ആദ്യം യോജിപ്പിക്കേണ്ടത്. അപ്പം ആദ്യം നമ്മൾ 3 മണി ഇടുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ ഫിഷ് ഹൂക്ക് ഇടുന്നു. ഓക്കെ, പിന്നെ നമ്മൾ 3 മണി നമ്മൾ ഗിയർ വയർ 3 മണിയിലോട്ട് കയറ്റി വിട്ടിട്ട് നമ്മൾ ഇറുക്കി അത് ഫിക്സ് ചെയ്തിട്ട് നമ്മളിത് കണ്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു മാലയുടെ ഏകദേശം മധ്യഭാഗം നമ്മൾ എടുക്കണം. കണ്ടോ, ഇപ്പോൾ മാലയുടെ ഏകദേശം മധ്യഭാഗം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്കൊരു സിൽവർ ബീഡ് കയറ്റി വിടാം. പിന്നെ നമുക്ക് ഒരു വലിയ സിൽവർ ബീഡ് കടത്തി വിടാം. പിന്നെ നമുക്ക് ഈ ഒരു ബ്ലാക്ക് ബീഡ് കടത്തി വിടാം. പിന്നെ നമുക്ക് ഈ ഒരു സിൽവർ വലിയ ബീഡ് കടത്തി വിടാം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു 3 മണി ഒന്നും കൂടെ കയറ്റി വിടാം എന്നുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏറ്റവും ലാസ്റ്റ് നമ്മളുടെ ഈ ഒരു ചെയിൻ നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞു. പക്ഷേ ഇത് നമ്മളുടെ കഴുത്തിൽ കിടക്കുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും മധ്യത്ത് തന്നെ അത് കിടക്കാൻ വേണ്ടി നമുക്ക് ഇതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളിത് ഫിഷ് കുക്കിലൊന്ന് ഇട്ട് നോക്കണം. അപ്പോൾ എവിടെയാണ് ഇതിൻ്റെ മധ്യഭാഗം വരുന്നതെന്ന് നമ്മൾ നോക്കണം. ഇങ്ങനെയാണ് ഈ മാല കിടക്കാനുള്ളത് കണ്ടോ. അപ്പോൾ ഇതിങ്ങനെയാണ് കിടക്കാനുള്ളത്. അപ്പം നമ്മൾ ഇതിൻ്റെ ഈ ഏറ്റവും അറ്റത്തിട്ടേക്കുന്ന ഈ 2 3 മണി അങ്ങ് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ബാക്കി ഒരെണ്ണം ഫിക്സ് ചെയ്യുമ്പോൾ പിന്നെ മറ്റേത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇങ്ങേറ്റത്തോട്ട് വന്ന് കിടന്നോളും. അപ്പം അത് നമുക്ക് അങ്ങ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇൻവിസിബിൾ മാല ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മാലയാണിത്. അപ്പോൾ ഇത് നമ്മുടെ കഴുത്തിലേക്ക് ഇടുമ്പോൾ എൻ്റെ മാല കിടക്കുന്ന കാരണം കാണാൻ പറ്റത്തില്ല. ഇതുപോലെ കിടക്കും കണ്ടോ. അപ്പോൾ ഇതുപോലെ കിടക്കും. നല്ല ഭംഗിയാണ്. നമ്മളുടെ നല്ല ട്രെൻഡിങ് ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു നെക്ലസ് ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു മാലയുടെ മേക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം.